ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളിത് ഒരു യുണീക്ക് ആയിട്ടുള്ള സ്ഥലത്ത് വന്നേക്കുന്നത് കേട്ടോ. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽഗ്രേഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ സ്ഥലം കാണാതെ പോകരുത്. കാര്യം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അവാല. അവാല എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ആണ് കേട്ടോ. മൗണ്ടൻ്റെ പുറത്ത് ഒരു ടവർ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാലയിൽ വന്നു കഴിഞ്ഞാൽ ഹോൾ ബെൽഗ്രേഡ് കാണാൻ പറ്റും. ഇവിടെ കണ്ട, ഇതാണ് അവാല വെൽക്കം സൈറ്റ്. അതായത് അവാലയിലേക്കുള്ള ഫുൾ മാപ്പാണ് ആ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റിക് ഏരിയയാണ്. കുന്നും അതുപോലെ തന്നെ ഫോറസ്റ്റും ഇതിൻ്റെയൊക്കെ നടുക്കേ കൂടിയാണ് നമുക്ക് ഈ പറയുന്ന അവാല ടവറിലേക്ക് പോകുന്നത്. അപ്പോൾ 5-6 വഴികളുണ്ട്. ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര എങ്ങോട്ട് തുടങ്ങിയാലോ? ഹോൾ ബെൽഗ്രേഡ് ഒന്ന് നോക്കിക്കാണാം, വാ. നമ്മളെ ഈ അവാലയിലേക്ക് വരുമ്പോൾ മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കാര്യം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെ വെട്ടം അങ്ങോട്ട് പോകും. പെട്ടെന്നായിക്കോള് ഇരുട്ടാവുന്നത്. വിൻ്റർ ടൈമിൽ വരുമ്പോൾ, സമ്മറിൽ ആ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ വെട്ടം അങ്ങ് പോയി, പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി പോയി. 1 മണിയായിട്ടുള്ളൂ കേട്ടോ, ഉച്ചക്ക് 1 മണിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇരുട്ടായി. നമ്മൾ 1 കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ലൈക്ക് ഇതിങ്ങനെ അങ്ങോട്ട് കയറാനുണ്ട്. ഇതിൽ ചെറിയൊരു കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1998 ഇവിടെ ബോംബിട്ട് തകർത്തിട്ട് ഇത് റീബിൽഡ് ചെയ്തേക്കണതാണ് സെർബിയൻ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻ എഴുതിയാണ് കേട്ടോ. മസ്റ്റായിട്ടും നമ്മൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം ഇവിടെ പോകാനായിട്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അസല് പണി കിട്ടും. കാര്യം എന്താണ്ടില്ലേ, ഇവിടെ ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മാനും അണ്ണാനും അതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ കാണാം. എൻ്റെ ദൈവമേ, പുലിയൊക്കെ ഉണ്ടായില്ലേ. കണ്ടില്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകും തോറും കാടാണ്. നല്ലൊരു എന്താ പറയുക, കിട്ടില്ല സ്ഥലം. മരങ്ങളൊക്കെ കണ്ട, ഒന്നിനൊന്ന് വെച്ചോണ്ടല്ലോ. കൂൾ പ്ലേസ്. അധികം ആളുകളൊന്നുമില്ല കേട്ടോ, വലിയ ആളുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് വീൽ ചെയർ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ ആംബുലൻസ്, ട്രിം ട്രെയില്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിനി കാടിൻ്റെ നടുക്കേ കൂടിയാണ്. നല്ലൊരു റോഡുണ്ട്, നടന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോറൻ. Okay. Yeah. It's a situation like this. Many people died here on this mountain called Avala. അപ്പോൾ ഒരുപാട് പേര് മരിച്ചിട്ടുള്ളൊരു അവാലയാണ്. Right now or no. Before. When they go climbing on mountain, they didn't respect the rule one by one, one behind one. അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതേണ്ട ഈ ഒരു വൈറ്റ് ലൈൻ കണ്ട, ആ ഒരു രീതിയിൽ വേണം നടന്ന് ആ മുകളിലേക്ക് കയറാനായിട്ട്. അതാണ് പുള്ളി പറഞ്ഞത്. കാര്യം നമ്മളിങ്ങനെ ചെതറിയൊക്കെ ഇങ്ങനെ റോഡിൽ നടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ വളരെ ചെറിയ റോഡാണ്, കണ്ടില്ലേ. അപ്പോൾ അപ്പുറം ഇപ്പുറത്തു നിന്നും വണ്ടികൾ വരും. അവർ ചീറി പാഞ്ഞായിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലവർ ഈ പറഞ്ഞ പോലെ മദ്യപിച്ചിട്ടായിരിക്കും ചില വണ്ടി ഓടിക്കണത്. അല്ലെങ്കിൽ ആ ഒരു റേഞ്ചാണ്. കാര്യം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ക്ലൈംബ് ചെയ്യണ സമയത്തല്ല, ഈ മല കയറുന്ന സമയത്ത് മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായ അതാണ് പുള്ളി പറഞ്ഞത്. അത്ര ഉള്ള സംഭവങ്ങൾ കണ്ടില്ലേ. വണ്ടി അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വെറുതെ ചീറി പാചകം നിന്നത്. എന്നാലും അത്യാവശ്യം കൺട്രോളായിട്ടുള്ള ആളുകൾ വരും. നമുക്കറിയില്ലല്ലോ, എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. നൈസ് പ്ലേസ് യാ.
many kilometers? Maybe like in top. I have to arrive. About 1.5. 1.5 kilometers. Okay. Yes, 1.5. അപ്പോൾ ഒരു 1.5 കിലോമീറ്ററോളം മുകളിലേക്ക് അങ്ങോട്ട് നമുക്ക് നടക്കാം. നടന്നിട്ട് അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കാനാണെങ്കിൽ നമ്മൾ പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ടി വരും. ബാക്കിയൊക്കെ നേരെ മലയുടെ മുകളിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതുവരെ നമുക്ക് അപ്പുറപ്പുറമുള്ള വഴിവരക്കാഴ്ചകൾ കാണാം. വേറെ വഴിവരക്കാഴ്ചകളൊന്നുമില്ല. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പാഞ്ഞ് വരും. പിന്നെ ഇപ്പുറം ഉള്ളത് മരങ്ങളാണ്. ആനിമൽസിനെ കാണാൻ പറ്റുമോ നോക്കാം. അവിടെ കണ്ടില്ലേ ആ ബോട്ടിലുള്ള എല്ലാ ആനിമൽസും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എലിഫന്റ് ഹിയർ? No, elephants, deers, many birds. Okay. Different species of birds. Okay. Species of birds. Yes. You came to India. Yes. Valpara. Elephants. Elephants. That's cool. I love elephants. Yes. I love elephants. Elephants. Ottakomben. Cool. അപ്പൊ മുകളിലോട്ട് കയറാട്ടോ. മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കണ്ടില്ല അവിടെ വണ്ടി പോകാനുണ്ടോ നിങ്ങൾ? എങ്ങനെ വന്നിട്ട് വേണ്ട നോക്ക് ഞാൻ നോക്കാൻ മതി. കണ്ടോ? ഇതെന്താന്ന് വെച്ചാല് ഒരു ചെറിയൊരു സ്മാരകം കേട്ടോ. ആളൊരു മൗണ്ടൈനറായിരുന്നു. മൗണ്ടൈൻ ക്ലൈംബർ. പുള്ളി ഇവിടെ വെച്ചാണ് ആക്സിഡൻ്റായി മരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ പറയൂലേ ഒരു ചെറിയൊരു സ്മാരകമൊക്കെ വെച്ചിട്ട് നമ്മൾ വലിയൊരു ഹില്ലൊക്കെ കയറുമ്പോൾ കാണിക്കൊക്കെ ഇട്ട് പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ? പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പുള്ളിയുടെ ഒരു സ്മരണക്ക് വേണ്ടി വെച്ചേക്കണം. നമ്മളിനി കയറാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി പോകണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം. ബ്രോ ലുക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോയിസണുള്ള സ്നേക്കുകളൊന്നുമില്ല. എന്നാലും സ്നേക്കുകൾ ഉണ്ടെന്നാണ് നമ്മുടെ സോറം പറഞ്ഞത്. ബ്രോ സ്നേക്ക്? No snakes. Poisons. Snakes, but not poison. No, it's poison. Okay. In India, no problem. No problem. Okay. Come with me. Okay. അപ്പൊ ഇനി അങ്ങോട്ട് കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. തെന്നി വീണ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. മഴയായിരുന്നു പോയി ഭയങ്കരമായിട്ട് തെന്നൂടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനിതിനെ മുകളിലെത്തിയിട്ട് നമ്മൾ ഇറങ്ങി വന്ന വഴി കാണിച്ചു തരാട്ടാ. നമ്മുടെ ഫോറസ്റ്റിലൊക്കെ പോകണട്ടോ. ഒരു രക്ഷയില്ല. പടക്കുതിര പോലെ പോകണാണ്. നമുക്ക് ചെറുതായിട്ട് കണക്കണൊക്കെ ഉണ്ടേ. നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം കണ്ട. അയ്യോ അവിടെ നിന്നായിരുന്നു നമ്മൾ കയറി വന്ന്. അയ്യോ ചെറിയ കുട്ടി ഉണ്ടായിരുന്നോ എന്നോ ഇപ്പൊ പോയേ. ഓക്കെ ഇപ്പൊ പോയേനെ ചട്ടിയും കലോ. അയ്യോ എന്താലേ കലക്കി. അതല്ലേ നമ്മള് നല്ല സ്ഥലം കണ്ട. ഒരു രക്ഷയില്ല. നിശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിൻ ഡ്രോപ്പ് സൈലൻസ്. കുറച്ച് മഴ വരുന്നുണ്ട്. ഓ നമ്മളൊരു 10 മിനിറ്റോളം അങ്ങോട്ട് കണ്ടിന്യൂ കയറാൻ കേട്ടോ ഈ ഒരു മല. വേണ്ട വഴിയിൽ നിന്ന് കിട്ടിയതാ, ചുമ്മാ വെറുതെ ഒരു രസം കുത്തി കയറാതെ. പിന്നെ കയറാൻ നേരത്തില്ലേ നമ്മൾ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുക വേറൊന്നുമല്ല, ഈ ഒരു വേണ്ട ചെളിയാണ് മഴ പെയ്ത് കാരണം. ഇത് വെച്ചാൽ ചവിട്ടിയാൽ നേരെ ഉരുണ്ടങ്ങാട് കാലത്തോട്ട് പോകും, പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെടിയില്ലാത്ത വശം ഈ ഒരു എന്താ പറയുക പച്ച പുല്ല് കാണുന്ന സ്ഥലത്തേക്ക് കൂടെ ചവിട്ടി ചവിട്ടി കയറിയാൽ ബ്രോ ഒക്കെ എത്തി. ഞാനിങ്ങനെ പയ്യെ നടന്നങ്ങ് കയറണയാ. ഓ ബ്രോ വാട്സ്ആപ്പ്. ഓ ഓക്കെ ജംപ് വേണോ അവളാ ടാസ്ക്. ഓക്കെ Oh my god! തല പോയി എൻ്റെ പൊന്നു. വേണം പൊളിയല്ലേ, കാറ്റിന് വീണേക്കുള്ളൂ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മളത് ഫൈനലി നടന്ന് റോഡെത്തി. ഈ ഒരു കയറ്റം കയറിയിട്ട് പിന്നെ പൊങ്ങി വരുന്നത് റോഡാ. കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറങ്ങി വരും കേട്ടോ. സമ്മർ റോഡ് വഴി വന്നു കഴിഞ്ഞാലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്ററോളം കറങ്ങി നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു നടപടി ആവില്ല. ഇതൊരു നടന്നു തന്നെ ഒരു ഷോർട്ട് കട്ടാ. അതുപോലെ തന്നെ പോലീസ് കണ്ട, പോലീസൊക്കെ എപ്പോഴും പെട്രോളിംഗ് ഒക്കെ ഓക്കെ ഉണ്ട്. ഇപ്പോൾ വരും അതൊക്കെ കണ്ട, പോലീസ് വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വളരെ സേഫാണ്. ഈ വഴി തന്നെ പോലീസുകൾ ഇങ്ങനെ എപ്പോഴും നൈറ്റ് പെട്രോളിങ് കാര്യങ്ങളൊക്കെ നടത്തും. ഒരു പ്രശ്നമില്ല, വളരെ കൂളാണ്. ഇപ്പോൾ അവിടെ വെച്ച് നമ്മളോട് ചോദിച്ചു ഓക്കെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മളത് വീഡിയോ എടുത്തില്ല. കാര്യം അവർ ഇവിടെ ആക്ടിവിറ്റി ഒന്നും വീഡിയോ എടുക്കരുത് എന്നവർ പറഞ്ഞു. ക്യാമറ ഉണ്ടോ എന്തായാലും കൂളാ, വളരെ സേഫായിട്ടുള്ള സ്ഥലം കേട്ടോ. എപ്പോഴും നമുക്ക് ക്ലൈംബ് ചെയ്യാം. നമ്മളേ അവസാനത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി നമ്മളാ. ഇതാണ് നമ്മൾ കയറി വന്ന് ടോപ്പ്. അല്ലേ അതാണ് മോനെ ടവർ, ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ടവർ. നമ്മള് താഴേന്ന് വരുമ്പോൾ കാണാം എന്തോരം ടോപ്പിലാണ് ഈ ടവർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലിൽ ഏതാണ്ട് എവിടെ ഇരിക്കട്ടെ 2 മിനിറ്റ്. എൻ്റെ പോയിന്നോ മഴ പെയ്ത് മൊത്തം വെള്ളം, എന്നാലും കുഴപ്പമില്ല. How to sit? On the corner. Okay. Like this. Like this. Serbian. Sitting. This one? Like Turkish, like this. And this is Serbian. Okay, and Serbian. Hey! Sign. This one Serbian sign. Serbian sign. Hey! In the name of God. Name of God? Yes. Name of God. In the name of Father, Son and the Holy Ghost. Son and the Holy Ghost. ഇതാണ് സെർബിയൻ സ്റ്റൈൽ. 3 വിരലേ നമ്മൾ വിക്ടറി അടിക്കൂലേ ഇങ്ങനെ യോ 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 എന്നൊക്കെ പറഞ്ഞ പോലെ സെർബിയൻ സാധനമാണിത്. കണ്ടില്ലേ അല്ലേ? അല്ലേ കണ്ടില്ലേ? നമ്മൾ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പിനും സന്തോഷത്തിനും എന്താ പറയാ, അതിലൊരു വയസ്സാ അല്ലെങ്കിൽ ഒരു അതിരുകളില്ല എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് അറിയൂ 45 years. 45 man. Very young. Yeah, very younger. Friendship, not old. For life. For life. Friendship. അപ്പോൾ നമ്മൾ ഫൈനലി ഈ ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കുന്നുണ്ട്. ഇതാണ് ടവർ. അപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ മെയിൻ എന്താ പറയുക
പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽഗ്രേഡ് മൊത്തം നമുക്ക് ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ടവറിലേക്ക് കയറാനായിട്ട് കണ്ടില്ലേ ടിക്കറ്റ് ഉണ്ട്. 300 ദിനാറാണ് കേട്ടോ ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ മൊത്തം ബെൽഗ്രേഡ് നോക്കി കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഒരു കോഫിയും കുടിക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഈ ടവറിൽ വന്നു കഴിഞ്ഞാൽ 6 മണി വരെ ഉള്ളൂ മുകളിലേക്ക് കയറേണ്ട സമയം. അപ്പോൾ 6 മണിക്കുള്ളിൽ ഇവിടെ വന്നം, എന്നാലും നമുക്ക് മുകളിൽ കയറാൻ പറ്റുള്ളൂ. 6 മണി കഴിഞ്ഞാൽ പിന്നെ ആരെയും കയറ്റില്ല, എല്ലാവരെയും ഇറക്കും. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കണ്ടില്ലേ ടവറിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 4 മണിയായിട്ടുള്ളൂ. മൊത്തം ഇരുട്ടായി, ലൈറ്റൊക്കെ ഇട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പപ്പാറ്റി അടിപൊളി ഹായൊക്കെ തന്നിരിപ്പുണ്ട്. അപ്പോൾ അതും എല്ലാം എന്താ പറയുക നല്ലൊരു കൂൾ പ്ലേസ്. അപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ ചെന്നിട്ട് ബാക്കി കഥകളൊക്കെ പറയാം. ഇവിടെ കണ്ട ഒരു സാധനം ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഏറ്റവും അടുത്തായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ എങ്ങനെയാണത്? ആഹാ, നമ്മൾക്ക് മുകളിൽ നിന്ന് താഴോട്ടുള്ള ബിൽഡിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ വാനിഷ്ടം മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇല്ല പൊള്ളി സാധനം. ആഹാ, ഇടുക്കി വെറൈറ്റി സംഭവം ഉണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഇതുപോലെ ഒരു നാളിലുണ്ട്. അത് അങ്ങോട്ട് പോവാം. ഓരോ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അടല്ലേ ഒരെണ്ണം വേണ്ട, ഇവിടെ ഒരെണ്ണമുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണമുണ്ട്. ഈ സൈഡിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാറ്റ് ഇത് കണ്ട പറപ്പിച്ചാൽ കാറ്റ് പറക്കണോട്ടാ, കാറ്റ് മൊത്ത കാറ്റാ. പുള്ളിക്ക് കുറച്ചാണ് ചില്ലും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഒരടിപൊളി സംഭവം. അങ്ങനെ ചുറ്റിങ്ങനെ വരാം. ഇതൊരു കിഞ്ചിന യാത്രയായിരുന്നു കേട്ടോ. പേഴ്സണലി എന്താ പറയാ, ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാനാണ്. കാര്യം ബെൽഗ്രേഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവാല ടവർ വിസിറ്റ് ചെയ്യണം. ഒരു രക്ഷയില്ല, കിട്ടില്ല കാഴ്ചകൾ. നമ്മളുടെ ആ ഒരു അവാല ടവറിലേക്കുള്ള വരം, ആ ഒരു ക്ലൈംബിംഗ് ഒക്കെ വളരെ ഇൻട്രസ്റ്റഡ് സംഭവിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പുതിയ കാഴ്ചകളുമായിട്ട് നമ്മൾ വരും. നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തൽക്കാലം ഈ വീഡിയോയുടെ അതിൻ്റെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.